ന്യായവിധിയിലൂടെ നടത്തുവാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. എന്തെന്നാൽ ശവകലറകളിൽ സ്ഥിതി ചെയ്തവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാരത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുരുഷന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ പിതാവിന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ ഊർജ്ജം എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല പരിശുദ്ധന്മാരും ഒന്ന് ചേർന്ന് നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം ഈ മകനെ ഈ താൽക്കാലിക തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഈ മകനായി അയച്ചു കൊടുക്കണമേ. എന്റെ പ്രദേശത്തെ തപ്പെടുന്ന ഈ പ്രയോഗം മുഖാന്തരം പോരാട്ടം നടത്തുന്ന സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ ഭാരത്തിൽ നിന്നും ഈ മകൻ രക്ഷപ്പെടുവാനാകണമേ. പ്രകാശഭാവങ്ങളിൽ പരിശുദ്ധന്മാരോടുകൂടിയുള്ള അന്തത്തേക്ക് പ്രധാനമേ. സകലശുദ്ധോട് മാർഗത്തോടുകൂടെ എനിക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. Show.
വീണ്ടും നവീകരിക്കപ്പെടുമെന്നും കൽപ്പിച്ചറിയിച്ചത് പ്രകാരം എന്റെ ദൈവം അങ്ങയുടെ ത്രിഹിതം അങ്ങയുടെ വാത്സല്യ സൃഷ്ടിയിൽ നിറവേറിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓനാഗതനായിടും മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം മരണമായ സൃഷ്ടാവിന്ദുനിയാൽ മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും ശ്രാപ്പികൾ ആകാശി വരിക നമ്മുടെ രക്ഷയെഴുന്നള്ളിയനാഥൻ നമ്മുടെ ജീവൻ എഴുന്നള്ളും ഞങ്ങളുടെ സ്തുതി ഞങ്ങളുടെ നിനക്ക് സ്തുതി ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി നേരമൊക്കെ ദൈവത്തിന് സ്തുതിയും ഭൂമി സമാധാനവും നിരപ്പും മനുഷ്യമക്കളും വന്നിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയറ്റുന്നു. സർവശക്തിയുള്ള പിതാവ് സ്വർഗാധിപതിയും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെ നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പുത്രനും വചനവും ലോകത്തിന്റെ പാവത്ത് നീ മാത്രം പരിശുദ്ധനാകുന്ന പിതാവായ ദൈവത്തിന്റെ മുഖത്തുനിന്ന് പരിശുദ്ധരുടെ നീ മാത്രം കർത്താവുമാകുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തിയേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്തുള്ളതിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്നെ നാമത്തോളം നീ എന്നേക്കും മഹത്വങ്ങളിൽ പാപമുള്ളവനുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധർക്കും പുകഴ്ചയാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. അമ്മേ. ഞങ്ങളുടെ മുകളിൽ നിരടക്കരുത് കർത്താവേ. ായിട്ട് സ്നേഹം നടത്തിരക്കങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അമ്മേ. കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവ് നിയമിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സർവ്വ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവഷ്ണപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധയിൽ നിന്നും ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിളിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായി ഉയർത്തപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാര് സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുകാരും കാതോലികവും സ്ലൈകികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഏർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിന് പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. Arkhmon brekidele murgul hoda bad ismayor wala khon barek hasel kulman devaman desmes odor vanito hasel muryon hasel ani demganni smio som qablo so bedene muryaslavo so dina hilo so dagvo so domi medele grandaram to babruho katisho
നന്ദി പറയുവാനായിട്ട് ബാബുച്ചാനെ ക്ഷണിച്ചോളൂ. അഭിമന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ, കരമ്പാച്ചന്മാരെ, ഷമ്മാശന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഞങ്ങളുടെ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ വന്ന് സംബന്ധിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ തുനിയുന്നത്. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ 40 ദിവസമായിട്ട് എൻ്റെ അച്ചായൻ്റെ കൂടെ ഇവിടെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് സാധിച്ചതിന് ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ആ സമയങ്ങളിലെല്ലാം രാത്രി എന്നില്ല പകലെന്നില്ല എപ്പോഴും പ്രാർത്ഥിക്കുക ആണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഉറക്കത്തിൽ ഞാൻ പിഴച്ചെങ്കിൽ പൊറുപ്പാൻ കരുണ നീ ചെയ്യണമേ. ഇതെപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് രാവും പകലും കേൾക്കാമായിരുന്നു. ഈ ദേശത്തുള്ള ആൾക്കാര് ഏത് തരത്തില് അച്ചായൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് കുളിപ്പിക്കുന്നതിന് വേണ്ടി ബാത്റൂമിലാക്കിയിരുന്നു. നമ്മുടെ ഇവിടെ കട നടത്തുന്ന ഭാസ്കറിന് അവിടെ ആ സമയത്ത് കടന്നു വരികയും ഒരു അലുവായുടെ കഷണം നീട്ടിക്കൊടുക്കുകയും അത് കൈകൊണ്ട് വാങ്ങി ഭക്ഷിക്കുന്നത് കാണുവാനിടയായി. ആ ഭാസ്കരൻ വന്ന് ആ അലുവായുടെ കഷണം നീട്ടിക്കൊടുത്തപ്പോൾ വാങ്ങി അത് ഭക്ഷിച്ചു എന്നുള്ളത് ഈ നാട്ടുകാരോട് അച്ചായനുള്ള സ്നേഹത്തിന്റെ ഒരു നാന്ദിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച അഭിമന്യ തിരുമേനിമാർക്കെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നതായ കോർപ്പിസ്കോപ്പമാർക്കും കരമ്പാച്ചന്മാർക്കും അച്ഛന്മാർക്കും ഷമാശന്മാർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഇടവകയിലെ വികാരിമാർക്കും ഈ ഇടവകയിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ ബന്ധുമിത്രാദികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടുത്തെ കായിക സംഘം നിരണം രാജന്, അതുപോലെ മറ്റെല്ലാ എനിക്കെല്ലാവരും കേരളീയത്തില്ല എല്ലാ സംഘടനക്കാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. ആകർഷകമാ മുഖം കൊണ്ട് നടന്നാലും, ആരാധ്യനായി ലോകമറിഞ്ഞാലും, ആകർഷകമാ മുഖം കൊണ്ട് നടന്നാലും, ആരാധ്യനായി ലോകമറിഞ്ഞാലും, നിർഭയനായി നീ ജീവിതം നയിച്ചാലും,
നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിഷ്ഫലമേ നിൻ ആത്മാവ് നശിക്കുകിൽ താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യം. മനുഷ്യാനി മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുറ്റായി മാറ്റുന്നു, മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു. മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുറ്റായി മാറ്റുന്നു, മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു. ഈശ്വരനായി സർവവും നൽകുവാൻ കഴിയാതെ, ഈശ്വരനായി സർവവും നൽകുവാൻ കഴിയാതെ, ചെകുത്താനെ മനുഷ്യാനി ഭരിക്കുവാൻ ക്ഷണിക്കുന്നു. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യാനി മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. സ്വർഗം അകതാരിൽ കരുതിയിടണം. സ്വർഗം അകതാരിൽ കരുതിയിടണം.